എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചത്? ഇന്ന് പുലർച്ചെ പത്തനംതിട്ടയിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പോലീസ് പോകുമ്പോൾ പോലീസിൻ്റെ കയ്യിൽ ഈ ഉം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിരവധി കേസുകളുണ്ട്. ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചതും നേരത്തെ IPC 333 ഒരു പൊതു ജീവനക്കാരൻ, ഒരു പബ്ലിക് സർവൻറ്റിനെ നിങ്ങൾ മനഃപൂർവ്വം ഹേർട്ട് ചെയ്താൽ ഉപയോഗിക്കാവുന്ന ഒരു വകുപ്പാണ്. 10 വർഷം ശിക്ഷ കിട്ടാവുന്ന കേസാണ് IPC 333. അത് നോൺ ബെയിലബിൾ ആണ്. അങ്ങനെ IPC 333 പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ, ആ വകുപ്പ് ചുമത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CRPC 41A പ്രകാരമുള്ള നോട്ടീസ് സെർവ് ചെയ്യേണ്ടതില്ല എന്നൊരു എക്സംഷൻ ഉണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. പുലർച്ചെ അറസ്റ്റ് ചെയ്തു, അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്തു, വാതിൽ കോളിംഗ് ബെല്ലടിക്കാതെ തട്ടി അറസ്റ്റ് ചെയ്തു, ഉറങ്ങിക്കിടക്കുമ്പോൾ ബെഡ്റൂമിലേക്ക് പോയി നോക്ക് ചെയ്ത് അവിടെ നിന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്തു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായും പോലീസ് ഒഴിവാക്കേണ്ടതാണ് എന്നതാണ് പ്രത്യക്ഷത്തിൽ പറയാനുള്ളത്. കാരണം അങ്ങനെയല്ലല്ലോ, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു യുവജന നേതാവ് വീട്ടിൽ ഉറങ്ങുന്നു, അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യതകളൊന്നുമില്ല, അയാൾ ഒളിവിൽ പോയിട്ടില്ല, അയാൾ നിങ്ങളുടെ കൺമുന്നിൽ പല പരിപാടികളിൽ പങ്കെടുത്തിരുന്നു എന്ന് പ്രോസിക്യൂഷന് തന്നെ വാദമുണ്ട്. ആ കേസിൽ അയാളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടുള്ള അറസ്റ്റാണ് നടക്കേണ്ടിയിരുന്നത്. ഇതെന്താണ് വാസ്തവം എന്നറിയില്ല. ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കേട്ടത്, പോലീസിൻ്റെ വേർഷൻ കേട്ടിട്ടില്ല. പക്ഷേ അപ്പോഴും പോലീസിൻ്റെ വേർഷൻ അല്ല നമ്മൾ മാധ്യമപ്രവർത്തകർ പലപ്പോഴും ആദ്യം പറയുക, അത് പ്രതിയുടെ ഇരയാക്കപ്പെടുന്നവരുടെ വേർഷൻ തന്നെയാണ്. നോക്കൂ, ഞാൻ ഈ വിഷയത്തിൽ എടുക്കുന്നത് ഒരു വ്യത്യസ്തമായൊരു നിലപാടാണ്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൻ്റെ ഭൂരിപക്ഷം കാര്യങ്ങളോടും വിനീതമായി ഞാൻ വിയോജിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഭരണകൂട ഭീകരത എന്ന വാക്ക് ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയുമോ? അവസാന ദൃശ്യത്തിലും നമ്മൾ കാണുന്നത് ഈ സർക്കാരിനെ വെല്ലുവിളിക്കാനുള്ള ഊർജ്ജവും രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമരാവേശവുമുള്ളൊരു നേതാവിനെയാണ് നമ്മൾ കാണുന്നത്. തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് പറയുന്നത് ചിരിച്ചുകൊണ്ടും വളരെ സന്തോഷത്തോടു കൂടിയുമാണ്. പോലീസ് മർദ്ദിച്ചു എന്നൊരു ആരോപണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയില്ല. കഴുത്തിന് പിടിച്ചു. അത് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പോലീസുകാരൻ പുറകിൽ നിന്ന് ഷർട്ടിന് ഇങ്ങനെ അല്ല, ഷർട്ടിന് പിടിക്കുന്നത്, കഴുത്തിനും ഷർട്ടിനും രണ്ടാണ്. ഷർട്ടിന് പിടിക്കുന്നത് തന്നെ അത് അപമാനിക്കാൻ. കോളറിന് പിടിക്കാൻ എങ്ങനെയാണ്? മാധ്യമപ്രവർത്തകരുടെ അടുത്ത് മൈക്ക് വെക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് മറുപടി പറയാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് തടസ്സപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു നിമിഷം, അതായത് എനിക്ക് 1 മിനിറ്റ് പറഞ്ഞാൽ മതി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. 1 മിനിറ്റ് മാധ്യമപ്രവർത്തകരെ കാണണം. അത് പോലീസ് തീർച്ചയായും അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ ആ ഒരൊറ്റ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാത്തത് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. 20-ാം തീയതി ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നുണ്ട്. 21-ാം തീയതി ഒരു സമരം നടക്കുന്നുണ്ട്. 23-ാം തീയതി ഒരു സമരം നടക്കുന്നുണ്ട്. ഭരണകൂട ഭീകരതയാണെങ്കിൽ ഈ 3 കേസുകളും നടക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരെയാണ് ഈ നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ സമരവും 21-ാം തീയതിയിലത്തെ സമരവും 23-ാം തീയതിയിലത്തെ സമരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 20-ാം തീയതിയുള്ള സമരത്തിലാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച്, ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച്, പോലീസ് ഏറ്റവും സംയമനം പാലിച്ച ഒരു സമരം നമ്മുടെ ക്യാമറയുടെ കൺമുന്നിൽ ഇറങ്ങിയേറിയത് 20-ാം തീയതി. എന്നാൽ 21-നും അങ്ങനെയല്ല, 23-നും അങ്ങനെയല്ല. രണ്ടും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ 20-ാം തീയതി സംയമനം പാലിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പോലീസിനെ ആക്രമിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നമ്മളുടെ ക്യാമറകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ട്. അത് LDFൻ്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. 2016-ൽ സെക്രട്ടേറിയറ്റ് വളയുന്ന 15-ൽ നമ്മൾ കണ്ടിട്ടുണ്ട്, 16-ൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻ്റ് എന്താ? പോലീസിൻ്റെ ഈ ഫൈബർ ലാത്തി, ഫൈബർ ഷീറ്റ്, അവരുടെ ഫൈബർ ഷീൽഡ്, ഇതെല്ലാം തകർത്തിരിക്കുന്നു, ഹെൽമെറ്റ് ഇതെല്ലാം തകർത്തിരിക്കുന്നു, 50,000 രൂപയുടെ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 2015-ൽ KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിയമസഭയിൽ കയ്യാങ്കളി കളിച്ച് അന്ന് LDFൻ്റെ ഭാഗത്ത്, അതായത് ഇന്ന് മന്ത്രിമാരടക്കം അന്നത്തെ ഈ കേസ് ഉൾപ്പെട്ടിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയത് 2,20,000 രൂപയാണ്. പൊതുമുതലാണ്. അതിന് 4-1 ഉള്ളൂ, സമ്മതിച്ചു. പക്ഷേ ഒരു പോലീസുകാരൻ്റെ കൈക്ക് അസ്ഥിപൊട്ടലുണ്ട്. ആ പോലീസുകാരൻ്റെ പേര് പൂജപ്പുര SHO ആയിരുന്ന റെജിൻ എന്നാണ്. 3 SISFൻ്റെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ഇതിൽ കൈയുടെ അസ്ഥിക്ക് പൊട്ടലുണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി 3 SISFൻ്റെ ജീവനക്കാരുടെ പേരും മറ്റു വിവരങ്ങളും കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും പോലീസിനെതിരെ അതിക്രമം നടന്നു എന്നത് നമ്മുടെ മുന്നിലെ വസ്തുതയാണ്.
രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുക? PDPP ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാതിരുന്നിട്ടുണ്ടോ? സാന്ദ്ര തോമസ് എന്ന് പറയുന്ന SFI പ്രവർത്തകയെ പോലീസ് ഇതേപോലെ അതിരാവിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ധാർമ്മികത കാണാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം അതൊരു ഭരണകൂട ഭീകരതയായി തീരുകയും ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വിനീതമായി വിയോജിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ 21-ാം തീയതി 23-ാം തീയതിയിലത്തെയും കേസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇതുവരെ നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ടൊരു ഭരണകൂട ഭീകരത എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചിത്രീകരിക്കാറായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് എൻ്റെ പക്ഷം. എന്നാൽ പോലീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബെഡ്റൂമിലേക്കൊക്കെ കടന്നു ചെന്നാണ് പിടിച്ചുകൊണ്ടു പോയതെങ്കിൽ അത്തരത്തിലുള്ളൊരു നാടകീയമായ ഒരു അറസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഒഴിവാക്കാമായിരുന്നു. പോലീസിന് ഒരു കോൾ ചെയ്താൽ വരാൻ കഴിയുന്നയാളാണ്, നേരത്തെ വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ വിവാദമായ, ഇതിനേക്കാൾ മാനങ്ങളുള്ള കേസാണ് വ്യാജരേഖാ വിവാദം എന്ന് പറയുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ വ്യാജരേഖാ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് വിളിച്ചപ്പോൾ ചോദ്യം ചെയ്യലിന് സഹകരിച്ചൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മുന്നിൽ കാണണം എന്നതുകൊണ്ടാണ് ഞാൻ ആ പ്രയോഗത്തിന് ഞാൻ എതിർക്കുന്നത്. ഭരണകൂട ഭീകരത എന്ന പ്രയോഗത്തിന് ഞാൻ എതിരാണ്. പ്രതികാര നടപടിയോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയൊരു കേസിൽ IPC 333-ഉം PDPP ആക്ടും ഇട്ടിരിക്കുന്ന ഒരു കേസിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാതെ കഴിയില്ല. നിങ്ങൾക്ക് ജാമ്യം കൊടുക്കാൻ കഴിയില്ല. ജാമ്യം എതിർക്കും. IPC 333 ആണെങ്കിൽ 41A കൊടുക്കേണ്ടതില്ല എന്നതാണ് പ്രോസിക്യൂഷൻ നിലപാട്. ശരിയുമാണ്. അത് കോടതി ശരിവെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികാര നടപടി എന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ ഭാഗത്ത് ഞാൻ യോജിക്കുന്നു. ഇന്നത്തെ സംഭവങ്ങളിൽ രാഷ്ട്രീയമായി ലാഭമുണ്ടാക്കുന്നത് കോൺഗ്രസ്സാണ്. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളടക്കമുള്ള ചാനലുകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ് നമ്മൾ തത്സമയം കൊടുക്കുകയാണ്. പല മേഖലകളിൽ നിന്ന് ഒരുപക്ഷെ ആളുകൾ 100-ഓ 150-ഓ താഴെ മാത്രമേ ഉള്ളൂ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും. പക്ഷേ അതെല്ലാം തത്സമയ ദൃശ്യങ്ങളായി നമ്മൾ കൊടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം കൊടുക്കുന്നു. എല്ലാ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും നമ്മൾ കൊടുക്കുന്നു. സമരാഗ്നിയിലേക്ക് പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ ഊർജ്ജമായി, സമരോർജ്ജമായി ഇന്നത്തെ സംഭവം മാറിയിട്ടുണ്ട് എന്നുമാണ് എൻ്റെ പക്ഷം. Meet the editors.